നമുക്ക് ചുറ്റും ഒരുപാട് മാതൃകകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിലും. നമ്മൾ ഒരാളുടെ ഒരു സ്റ്റോറി വായിക്കുകയാണെങ്കിൽ, കഥ, ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിനെ കുറിച്ചല്ല പറഞ്ഞത്, എല്ലാവരും ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇടാൻ നടക്കുന്നതും ഇരിക്കുന്നതും ഉറങ്ങണതും കിടക്കുന്നതും കുളിക്കുന്നതും ഒക്കെ സ്റ്റോറി. ഇതൊരു ഭ്രാന്താണ്. ഇതിന് ഭ്രാന്ത് എന്നാ പറയാം. മനുഷ്യന്മാർ എല്ലാവരും അറിയണം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ എവിടെ പോയി, ഇതൊക്കെ ഇതൊരു അസുഖമാണ്. അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. കുറേ ആൾക്കാർക്ക് ഷിഫ കിട്ടാണ്ട്. ഒരു അസുഖമാണ്. ഞാൻ അതേക്കുറിച്ച് ആ സ്റ്റോറി ഓരോന്നും ചില ടേമുകളുള്ളത് കൊണ്ട് വലിയ പ്രയാസമാണ്. ചരിത്രം, ബയോഗ്രഫി, ഓരോരുത്തരുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോഴേ, ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുമ്പോഴേ, അതിലൊക്കെ നമ്മൾ ഓരോരുത്തർക്കും എടുക്കാനുള്ള പാഠങ്ങളുണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. കുട്ടികൾക്ക് വലിയവരെ കാണാം, വലിയവർക്ക് അതിലും മുതിർന്നവരെ കാണാം, മുതിർന്നവർക്ക് പിഞ്ചുമക്കളെ കാണാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ സ്റ്റേജ് ഇനി എങ്ങോട്ടാ പോകുന്നതെന്നും ഞാൻ എവിടെന്നാ വരുന്നത് എന്നും ഓരോരുത്തർക്കും ചുറ്റുവട്ടങ്ങളിൽ കാണത്തക്ക വിധമാണ് മനുഷ്യരെ അള്ളാഹു ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു അത്ഭുതമാണ്. എല്ലാവരും ഒരേ ഏജുകാരാണ്, ഒന്നിച്ചങ്ങ് മരിക്കുക, പിന്നെ ഒന്നിച്ചങ്ങ് അള്ളാഹു തആല കുട്ടികളായി ചെറിയ മക്കളായിട്ടങ്ങ് അവരെ കൊണ്ടുവരികയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അനുഭവ സമ്പത്തില്ലാതെ പോകും. ഒരു 18 വയസ്സുള്ള മോൻ അറിയാം ഞാൻ 28 ആകുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും. 28 ആ 30 ഏജിലൂടെ കടന്നു പോകുന്ന ഒരു ജനറേഷനെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്തായിരുന്നു ഒരു 10 കൊല്ലം മുമ്പ് അവനേക്കാളും യങ്ങായുള്ള മക്കളെ കാണാൻ പറ്റും. അതിന് മുമ്പ് എൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഇനി എനിക്കൊരു 60-70 ഒക്കെ ആകുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഇതൊക്കെ അറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവങ്ങളുടെ ഒരു മഖ്സൻ, ഒരു ഖസാന ഈ ലോകത്ത് അല്ലാഹു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണ് എന്ന് ആലിമീങ്ങൾ പറയാറുണ്ട്. പടച്ചവൻ്റെ വലിയൊരു ഹിക്മത്താണ്. എല്ലാവരും ഒരുമിച്ച്, കോടിക്കണക്കിന് ആളുകൾക്ക്, ബില്യൺ കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് മരിക്കാൻ അള്ളാഹുവിന് സംവിധാനം ഒരുക്കാൻ അറിയാത്തത് കൊണ്ടാണോ, പറ്റാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്തിന് അള്ളാഹു അങ്ങനെ ചെയ്തു എന്നാ? ഓരോരുത്തർക്കും അനുഭവിച്ച് പഠിക്കേണ്ട മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അംബിയാഇന്റെ ചരിത്രങ്ങൾ തങ്ങൾ കാണുകയോ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തിലേക്കും മക്ക കാലഘട്ടത്തിലേക്കും മദീന കാലഘട്ടത്തിലേക്കും തങ്ങൾക്ക് എടുത്തു വെക്കാനുള്ള ഒരുപാട് അനുഭവങ്ങൾ അള്ളാഹു നിരത്തി കൊടുക്കുകയാണ് ഹബീബിൻ്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه